പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ലൈവിൽ വരാൻ കാരണം നല്ലവനായ ഒരു ആത്മീയ നേതാവ് ജോബി ഹാൽവിൻ വിവാഹമോചനവും സെക്സും എന്ന വിഷയത്തെക്കുറിച്ച് യൂട്യൂബിൽ ഇട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നിങ്ങൾക്കറിയാൻ വലിയ അറിവുള്ള മനുഷ്യനുണ്ടായെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാനും അറിയാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ആദ്യം തന്നെ ജോബി ഹാൽവിന് ഒരുപാട് ചരിത്രമൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ജോബി ഹാൽവൻ പിന്നെ പറഞ്ഞ കാര്യം ഞാൻ പറയാം. ജോബി ഹാൽവൻ തൻ്റെ ഭാര്യയുമായിട്ട് അടുത്ത് ചെല്ലുമ്പോൾ സെക്സ് ചെയ്യാൻ ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്, ഓറഡോ മറ്റേത് വിധത്തിൽ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം പറയാം. എങ്ങനെ മറ്റുള്ളവൻ എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളല്ല ചിന്തിക്കുന്നത്. മെൻ്റലോ മറ്റ് സൈക്കോളജിയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നതല്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പഠിത്തമുള്ളവനാണ് സൈക്കോളജിസ്റ്റോ ഏതൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നിനക്കറിയാനൊക്കത്തില്ല. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്കുക. നിൻ്റെ മറ്റിടത്ത് വെച്ചുകൊണ്ടിരുന്ന വെച്ച് അത് പറഞ്ഞാൽ മതി. അല്ലാതെ മനുഷ്യ ജീവിതത്തിൽ എന്താണ് മനുഷ്യൻ ചെയ്യുന്നതെന്ന് നീ അല്ല ചിന്തിക്കുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അത് നീ മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞുതരാം. സെക്സിന് വലിയ പ്രാധാന്യമില്ല എന്ന് പറയുന്നു. അതായത് എങ്കിൽ എന്തുകൊണ്ട് ദൈവം ആദ്യം മനുഷ്യനെ പാണും മണ്ണുമായി സൃഷ്ടിച്ച് നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി ജീവിക്കാൻ പറഞ്ഞു? അവിടെ സെക്സിന് പ്രാധാന്യമില്ലയോ? എന്നാൽ അത് വേണ്ട, പോട്ടെ. ഈ സെക്സിന് പ്രാധാന്യമില്ലെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് വിവാഹമെന്നുള്ള കൂറാശ വന്നു? നിങ്ങളുടെ ബന്ധുക്കോസിലോട്ട് കൈ പിടിച്ച് മറ്റടുത്ത് വെക്കുന്നത്. ആ വിവാഹം എന്തുകൊണ്ടുണ്ടായി? പുരുഷനെന്ന സ്വാർത്ഥൻ ഉള്ളത് കൊണ്ട് അവൻ തോന്നിയ പോലെ ചെന്ന് ഒരു സ്ത്രീയും ഒരിക്കലും ഒരു പുരുഷനെയും എതിര് പറഞ്ഞ് മാറ്റി നിർത്തത്തില്ല. കാരണം അവൾ ബൈബിൾ പറഞ്ഞ രീതിയിലാണ് അവൾ ജീവിക്കുന്നത്. അവളുടെ അടുത്ത് ഒരു പുരുഷൻ ചെന്നാൽ അവൻ്റെ കാര്യം സഹിച്ച് പോവും. പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. പഴയ നിയമത്തിലും പോലും ഉണ്ടത്. ആ സംഭവത്തിൽ ആ സ്ത്രീ പിന്നെ കഷ്ടപ്പെടുന്നത് ഇവൻ തിരിഞ്ഞു നോക്കുകയോ ഇല്ല. അതുകൊണ്ടാണ് വിവാഹം പോലും ഉണ്ടായത്. ഇനിയും പറഞ്ഞുതരാം. ഈ വിവാഹം തന്നെയല്ല ഒരു പുരുഷൻ ഇന്ന് എന്തുകൊണ്ട് ഇന്നാണല്ലോ ജോബി ഹാൽവിൻ പറയാം. പഴയ കാലത്ത് വിവാഹമോചനവും സെക്സുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു? ഇല്ല. ഇന്നത്തെ കാലത്താണ് വിവാഹമോചനവും സെക്സും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെയും പുരുഷൻ്റെ സ്വാർത്ഥത. ചില കുടുംബിനികൾ ജോലിക്ക് പോവും, അത് പോട്ടെ. എന്നാൽ മിക്ക കുടുംബിനികളും വീട്ടിലിരിക്കുകയാണ്. ഇന്ന് വേലിയും വേലിക്കെട്ടുമാണ്. പഴയ കാലത്ത് വേലിയും വേലിക്കെട്ടും ഇല്ല. അവർക്ക് മനുഷ്യരെ കാണാൻ സംസാരിക്കാനും സമയമുണ്ടായിരുന്നു. ഒന്ന് മനസ്സിലാക്കണം. സെക്സ് ഒരു വലിയ കാര്യമാണ്. അത് അടങ്ങാനായിട്ട് മനുഷ്യരെ കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൽ കൂടി തന്നെയും ആ സെക്സ് ഒരു വിധത്തിൽ കുറഞ്ഞു പോകും. സെക്സിലുള്ള ചിന്ത കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കണം. നീ ജോബി ഹാൽവിൻ കോപ്പലെ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇന്ന്
മതിലും മതിൽക്കെട്ടുമായി CCTV ക്യാമറയായി ഇവിടെ വീട്ടിലടച്ചിട്ട് കിളിയെപ്പോലെ ഭാര്യയിരിക്കുന്നു. ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കാര്യം, അവരെ വിവാഹമോചനം, അവരെ സ്വതന്ത്രമായി പറന്നു പോകുന്നു. നിങ്ങളാരും പറഞ്ഞാൽ പിടിച്ചാൽ നിൽക്കത്തില്ല. വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കൂട്ടിലടച്ച കിളികളെ പോലാണ്. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭർത്താവ് വരുന്നതും വരെ അവിടെ നോക്കിയിരിക്കും. എന്ത് ചെയ്യാനാണ്? എന്തോ ആ എൻ്റർടൈൻമെൻറ്റ്. ഭർത്താവ് വന്നാൽ പുള്ളി വെളിയിൽ നല്ല നല്ല സാധനങ്ങൾ കണ്ട് മേടിച്ച് കഴിച്ച് അതിൻ്റെ രുചി ഇറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നാൽ വീട്ടിലിരിക്കുന്ന ഭാര്യയിൽ നിന്ന് എന്ത് രുചി കിട്ടാനാ? അവിടെ കിട്ടിയ സുഖം ഇവിടെ കിട്ടുമോ? നീ അവളോട് എങ്ങനെ ഇടപെടുമോ? അവൾ അത് ആഗ്രഹിച്ചിരിക്കുന്നോ? സ്ത്രീയാ വീട്ടിലിരിക്കുന്നത്. അതിനുള്ള സൗകര്യം നിനക്കില്ല. അപ്പം ഞാൻ പറയാനുള്ളത്, ഇന്നത്തെ കാലത്തെ വിവാഹവും മോചനവും സെക്സും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അത് ആരുടെ കുഴപ്പമാണ്? ജോബി ആൽവിനും അതിന് ഉത്തരവാദിയാണ് പുരുഷവർഗം. ആ ഉത്തരവാദിയാണ്. ആരും സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളാണ്. നിങ്ങൾ തോന്നിവാസം പറയുകയും ചെയ്യാനും അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാനും ചെല്ലുമ്പോഴും അവരടങ്ങി നിന്ന് കൊടുക്കും. നീ അത് മനസ്സിലാക്കുക. നീ സെക്സിനെ ജോബി ആൽവിൻ, നിനക്ക് സെക്സിനെ കുറിച്ച് എന്താ അറിയാം? സെക്സ്, ഓറൽ സെക്സ് എന്തുവാണ്? നീ പറഞ്ഞതാ ഓറൽ സെക്സ്. നീ നിൻ്റെ ഭാര്യയുമായിട്ട് ഓറൽ സെക്സ് ചെയ്ത് എന്താണ് നീ പറഞ്ഞതാ? എന്നിട്ട് ബാക്കിയുള്ളവന് എങ്ങനെ ചെയ്യണമെന്ന് അവർ ചിന്തിക്കുമല്ലോ. ഓറൽ സെക്സും മറ്റേ സെക്സും. നിനക്ക് ആത്മീയത എവിടാണ്? നീ ഇന്ന് സെക്സ് പഠിപ്പിക്കാൻ വന്നിരിക്കുക. ഇനി നിനക്കൊക്കെ ഇതേ ഉള്ളൂ. അന്ത്യ സമയത്ത് ഈ ലൗകികമായ കാര്യങ്ങളിൽ മനുഷ്യനെ വിഡ്ഢികളാക്കുക. ഇനി നീ എവിടുന്നാണ് ഈ ഓറൽ സെക്സും മറ്റതും പഠിച്ചത്? ജോബി ആൽവിൻ, നീ നിൻ്റെ ഭാര്യയുമായിട്ട് ഇടപെട്ടത് ആരെന്ന് പഠിച്ചതാണ്? അന്ന് സൈക്കോളജിയോ മറ്റേതോ പഠിച്ചിട്ടാണോ? നീ അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കണ്ടത്. നീ എങ്ങനെ ഇതെല്ലാം പഠിച്ചു? മറ്റുള്ളവർക്ക് ബുദ്ധിയില്ലയോ? മക്കളെ, എല്ലാവരും നിന്നെപ്പോലാണ്. ഈ ബ്രെയിനും കുന്തവും ഒക്കെ നിൻ്റെ തന്നെ ഇരിക്കുന്ന പോലെ മറ്റവൻ്റെ തന്നെ ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യർ അന്യോന്യം ഇടപെടുന്ന അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും പോകുന്നത്. പുരുഷൻ്റെ സ്വാർത്ഥനിമിത്തം എല്ലാം നടക്കുന്നു. ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല. ജോബി ആൽവിൻ അല്ല. ജോബി ആൽവിൻ പോയി പണി നോക്കടാ. നിനക്ക് നിൻ്റെ ഭാര്യയുമായിട്ട് എങ്ങനെയാണ് നീ ഇടപെടുന്നത്? നീ പൊതുവിലൊന്ന് പറയാൻ, നീ മറ്റുള്ള കാര്യം പറയാതെ അത് നീ എങ്ങനെയാ ഇത്രയും നാളും ഭാര്യയുമായിട്ട് ജീവിക്കുന്നത് പറഞ്ഞു തന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കും. നിനക്കത് കഴിയില്ല. നീ മറ്റുള്ളവരെ നിൻ്റെ സൈക്കോളജി, നീ കാശുണ്ടാക്കുന്ന സൈക്കോളജി മറ്റതും പറഞ്ഞിട്ട് അത് നീ ജീവിച്ചു. നിൻ്റെ ജീവൽ പ്രശ്നം. അതുകൊണ്ട് സെക്സ് എന്താണെന്നോ സെക്സ് മനുഷ്യന് ആവശ്യമുള്ളതാണെന്നോ എന്തുമാത്രം ആവശ്യം ഒരു മനുഷ്യന് സെക്സിലുണ്ടെന്നുള്ളത് നീ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അത് ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള അറിവാണ്. നീയല്ല, നിൻ്റെ അപ്പനല്ല. അത് ഞാൻ പറഞ്ഞുതരാം.